6ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ മർജാൻ ആദേശിന്റെ കയ്യിൽ മുത്തുന്നത് കണ്ട് ദേഷ്യം കടിച്ചമർത്തി നിൽക്കുന്ന ഹൈദറിനെ കാണിക്കുന്നു. ഇത് കണ്ട് മർജാൻ വിഷമിച്ച് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ ആദേശ് അവിടുന്ന് വിടുന്നില്ല. ഞങ്ങളുടെ ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ ഇനിയും കഴിഞ്ഞിട്ടില്ല, പക്ഷെ അതിനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല. ഇനി ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള പ്ലാൻ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് നിർത്തുന്നത് നിനക്ക് നല്ലത്. ഒരു ദിവസം നീ ഉറപ്പായിട്ട് നീ ചെയ്യുന്നതിൽ നീ റിഗ്രറ്റ് ചെയ്യും. കാരണം ഇത്രയ്ക്കൊന്നും വെറുപ്പ് ഞാൻ അർഹിക്കുന്നില്ല. ഇതാണോടി നിന്റെ വെഡിങ് ഡ്രസ്സ്? ഇന്നെൻ്റെ ജീവിതത്തിൽ ഒരു കരുദിനമാണ്. അന്ന് ഞാൻ വെള്ളയിട്ട ഞാൻ എന്നോട് തന്നെ ചെയ്യുന്നൊരു വഞ്ചനയാവും അത്. ഓ അങ്ങനെയാണോ എന്ന് പറഞ്ഞ് മുസയാനം എല്ലാവരുടെ മുന്നിൽ വെച്ച് അവളുടെ ഡ്രസ്സ് വലിച്ചു കീറി. പക്ഷെ ഇത് കണ്ട ആദേശ് പെട്ടെന്ന് ഇടയ്ക്ക് കയറി അവളുടെ കീറിയ ഭാഗം മറച്ചു പിടിച്ചു. നീ അകത്തേക്ക് വെക്കോ. ഇത് കേട്ട് ദേഷ്യവും സങ്കടവും ഒക്കെ വന്ന് അവൻ്റെ കൈ തട്ടി മാറ്റി അവൾ അവിടുന്ന് പോയി. എന്ത് അഹങ്കാരം അവൾ കാണിച്ചത്! ഇത്ര ആൾക്കാരുടെ മുന്നിൽ നമ്മളെ നാണം കെടുത്തിയില്ല അവൾ. എന്നിട്ട് നീ എന്തിനാണ് അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? നല്ലൊരവസരമായിരുന്നു. നിർത്ത്. ഇത് കേട്ട് മുസയാനെ ഒന്ന് ഞെട്ടി. ഇതേ സമയം മർജാൻ അവളുടെ റൂമിന്റെ വാതിൽ കൊട്ടിയടച്ച് തനിക്ക് കുറച്ചു മുന്നേ സംഭവിച്ച കാര്യങ്ങൾ ഓർത്ത് പൊട്ടിക്കരയാണ്. പുറകെ കയറി വന്ന നെർമിൻ മുഖം കഴുകി താഴെ വീണ്ടും വരാൻ പറയുമ്പോൾ മർജാന്റെ ദേഷ്യം ഒന്നും കൂടെ കൂടി. ഞാൻ നിങ്ങളുടെ മോള് തന്നെയല്ലേ? അവരെന്നോട് ചെയ്തതിൽ കൂടുതൽ നിങ്ങളുടെ നിശബ്ദതയാണ് എന്നെ വേദനിപ്പിച്ചത്. ഇതിനൊന്നും മറുപടി നെർമിനും ഉണ്ടായിരുന്നില്ല. ഹോ, ഇന്ന് എന്തൊരു ദിവസമായിരുന്നല്ലേ! ഇതൊരു തുടക്കം മാത്രം. എന്താ ഇതുവരെ കഴിഞ്ഞില്ലേ? അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ അവൾ ചെയ്തത്. ആ പെണ്ണ് ആദ്യം ഹൈദറുമായിട്ട് കൂടിയാലോചിച്ച് ഇവിടെ ഓടിപ്പോകാൻ ശ്രമിച്ചു. പിന്നെ മരണവീട്ടിൽ വരുന്ന പോലെ ബ്ലാക്ക് ഡ്രസ് ഇട്ട് ഇവിടെ വന്ന് നമ്മളെല്ലാവരും നാണം കെടുത്തി. ഇതിനെല്ലാം കൂടെ കൂട്ടി ഞാൻ കൊടുക്കുന്നുണ്ടാവക്കിട്ട്. മതി അമ്മേ, നിർത്ത്. ഇനി ഇതിൻ്റെ വല്ലൊരു പ്രശ്നം ഉണ്ടാക്കരുത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ അവളുടെ പേരിൻ്റെ അറ്റത്ത് എൻ്റെ സർനെയിം വന്നു കഴിഞ്ഞു. എൻ്റെ ഭാര്യയായി കഴിഞ്ഞു അവൾ. അത് നിങ്ങൾ മനസ്സിലാക്കണം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? പേര് വന്നു എന്ന് കരുതി അവളെ ഞങ്ങൾ തലയിൽ കയറ്റി വെക്കണോ? ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടോ? ഇനി ഇങ്ങനൊന്നും സംഭവിക്കാൻ പാടില്ല. ഇതേ സമയം കരഞ്ഞ് കലങ്ങി അവൾ എണീറ്റ് ബാൽക്കണിയിലേക്ക് വന്നപ്പോൾ താഴെ ആദേശ് അവളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. നീ എൻ്റെ അഭിമാനം നശിപ്പിച്ചു, എന്നെ നാണം കെടുത്തി. ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഓ, ഈ നെസർ എന്താ ഫോൺ എടുക്കാത്തത്? അവൻ നമുക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ട്. സ്റ്റോപ്പ് ഇറ്റ്. ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എൻ്റെ മകളെക്കുറിച്ചാണ്. നീ കണ്ടതല്ലേ മുസയാന എന്താണ് അവളോട് ചെയ്തതെന്ന്? പുറകിൽ ആദേശിനെ കാണുമ്പോൾ അവർ വേഗം വിഷയം മാറ്റുന്നു. നീ അവളെക്കുറിച്ച് ഓർത്ത് നിൽക്കുകയാണോ? ജമാലെ, നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. ഓക്കെ ഓക്കെ. അവന്മാരിപ്പോൾ ആകെ പൊളിഞ്ഞു നിൽക്കുക. എന്തെങ്കിലും പ്ലാൻ ഉടനെ തന്നെ ഉണ്ടാക്കും. എനിക്ക് മനസ്സിലാകാത്തത് നെസർ എങ്ങനെ ഇവരെ കൺവിൻസ് ചെയ്തു എന്നാണ്. ഹൈദർ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും റീസൺ കാണും. എനിക്ക് തോന്നുന്നു ഹൈദറിന്റെ ഫാമിലിയെക്കുറിച്ചുള്ള എന്തോ ഒരു ബോംബ് നെസറിന്റെ കയ്യിലുണ്ട്. സ്വന്തം മകളെ പോലും സാക്രിഫൈസ് ചെയ്യണമെങ്കിൽ സംഭവം ഇച്ചിരി ഗുരുതരമാണ്. അങ്ങനെ ഒരു ബോംബ് ഉണ്ടെങ്കിൽ നമുക്കത് ഉറപ്പായിട്ടും കണ്ടുപിടിക്കണം. മർജാൻ ഇപ്പം ഏതവസ്ഥയിലാണോ? ആ പരട്ട മുസയാന എന്തൊരു സാധനമാണ്. അവരെ മാത്രം കുറ്റം പറയണ്ട, മർജാന്റെ വീട്ടിലുള്ളവർ പോലും ഒന്നും മിണ്ടിയില്ലല്ലോ ആ സമയത്ത്. ഇതെല്ലാം മാറി നിന്ന് സെഹ്റയും ശ്രദ്ധിക്കുന്നു. ഇതേ സമയം റൂമിൽ മർജാൻ താനിങ്ങനെ കരഞ്ഞിരിക്കരുത് എന്ന് സ്വയമായി പറഞ്ഞ് ആശ്വസിക്കുന്നു. എന്ന് പറഞ്ഞ് കണ്ണ് നിറച്ച് ഡ്രോയർ നോക്കുമ്പോൾ ഹൈദർ കൊടുത്ത ഗൺ അവൾ കാണുന്നു. അതെടുത്ത് ഓരോന്നാലോചിച്ച് നിൽക്കുമ്പോഴാണ് ആദേശ് റൂമിലേക്ക് കയറി വരുന്നത്. പെട്ടെന്ന് എടുത്ത സാധനം എടുത്ത പോലെ തന്നെ വെച്ച് മർജാൻ തിരിഞ്ഞു നിന്നു. ഇനി നിനക്ക് എന്താ വേണ്ടത്? കഴിഞ്ഞില്ല നിന്റെ ഇന്നത്തെ ടോർച്ചർ? കഴിഞ്ഞില്ല. രാത്രി ഇങ്ങനെ നീണ്ട നൂർന്ന് കിടക്കല്ലേ. ദേ, ഞാനൊരു കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് പറയാം. നീ എൻ്റെ റൂമിൽ ഇങ്ങനെ പെർമിഷൻ ഇല്ലാതെ കയറി വരരുത്. എന്ത് പെർമിഷൻ? ഇന്ന് മുതൽ ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിക്കോ മോള്. എന്തെല്ലാം? എല്ലാം. ദേ, എൻ്റെ ദേഹത്തെങ്ങാൻ തൊട്ടാണ്ടല്ലോ. അതിനുള്ള മറുപടിയായി ബെഡിലേക്കൊരു ലുക്ക് മാത്രം ആദേശ് കൊടുത്തപ്പോൾ തന്നെ മർജാന്റെ കിളി പോയി. പിന്നെ കൂടുതൽ നേരം അവിടെ നിൽക്കാതെ ടെൻഷനായി നിൽക്കുന്ന അവളെ നോക്കി അവനവിടെ നിന്നും പോയി. അവൻ പോയി കഴിഞ്ഞപ്പോൾ മർജാൻ എന്തോ തീരുമാനം ചൊറപ്പിച്ച പോലെ ആ ഗൺ വീണ്ടും എടുത്തു. ഒരു നിവൃത്തിയില്ലെങ്കിൽ പൊട്ടിച്ചേക്കാന്ന് തന്നെ വിചാരിച്ചു. താഴെ മുറാത്ത് ചേട്ടൻ നെസറിന്റെ കോള് കണക്റ്റ് ആവാത്തതിന്റെ വിഷമത്തിലാണ്. നീ തുറച്ചു നോക്കണ്ട. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നിനക്ക് വേണ്ടിയാ. നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞു. മോളെ, ഈ കല്യാണത്തിന്റെ കാര്യം നീ ഒന്ന് ആലോചിക്കേ. വെറും 187 ദിവസം. അത് കഴിഞ്ഞ് അവൻ അങ്ങ് പോകും. അവൻ ആരാണെന്നോ എന്താണെന്നോ പോലും നമുക്കറിയില്ല. നിന്നെ ഇവിടുന്ന് രക്ഷിക്കണമെന്ന് എനിക്ക് അതുകൊണ്ടാണ് തോന്നിയത്.
നിസർ നമ്മുടെ ചെക്കനല്ലായിരുന്നോ? ഞാൻ പറഞ്ഞത് നിന്നോട് എന്നെ വിശ്വസിക്കാൻ. ഇനി എന്താവുന്ന ദൈവത്തിനറിയാം. പക്ഷെ ഇത്രയും വലിയ നുണ അച്ഛൻ എൻ്റെ വിശ്വാസമാണ് തകർത്തത്. നീ ഇപ്പം മുഴുവൻ തകർന്നിരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. ഞാനത് ചെയ്തത് നിന്റെ നല്ലതിന് വേണ്ടിയാണ്. ഈ സ്നേഹമൊന്നും കുറച്ചു മുന്നേ കണ്ടില്ലല്ലോ. നീ പറഞ്ഞത് അവൾ നിന്റെ സർനെയിം കൊണ്ട് നടക്കുന്നല്ലേ? പക്ഷേ ദേ നോക്ക്, അവൾ ഇപ്പോഴും അവളുടെ ഫാമിലിയുടെ കൂടെയാ. എന്തൊക്കെ പറഞ്ഞാലും അവൾ ആ ഹൈദറിന്റെ രക്തം തന്നെയാ. പെട്ടെന്ന് ജമാലിന്റെ ഫോൺ റിങ് ചെയ്തു. അപ്പോഴാണ് പുറത്തു നിന്ന് നെസറിന്റെ ഒരു അലർച്ച. ഇവന്റെ ഗർജനം കേട്ട് എല്ലാവരും വീടിന്റെ വെളിയിലിറങ്ങി. ഞാൻ നിനക്കെന്നെ മറിച്ചാനെ തരില്ല. ഇത് കണ്ട് പെട്ടെന്ന് ഹൈദർ ഇടപെട്ടു. നസർ, നമുക്ക് പിന്നെ സംസാരിക്കാം. നിങ്ങളിതിൽ ഇടപെടണ്ട. ഇടപെട്ടാൽ നമുക്ക് വേറെ പല കാര്യങ്ങളും ഇവിടെ സംസാരിക്കേണ്ടി വരും. ഇവനിത് എവിടെ വരെ പോകും എന്ന് നോക്കി നിൽക്കുകയാണ് ആദേശ്. നസർ, ഒന്ന് നിർത്ത്. നീ ഇതിൽ ഇടപെടണ്ട. ഇത് മൈൻഡ് ചെയ്യാതെ മറിച്ചാൻ വീണ്ടും നസറിനെ വിളിച്ചു. നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കത്തില്ലേ? ഇനി മേലാൽ നിന്റെ വായിൽ നിന്ന് അവൻ്റെ പേര് പോലും പറയുന്നത് ഞാൻ കേൾക്കരുത്. ഇത്രയും പറഞ്ഞ് അവൻ നസറിൻ്റെ അടുത്തേക്ക് ചെന്നു. ഇപ്പോൾ മർജാൻ എൻ്റെ വൈഫാണ്. ഇനി അവളുടെ പരിസരത്തെങ്ങാനും നിന്നെ ഞാൻ കണ്ട ഏതൊരു സാധനവും അത് ഒരു തവണ എൻ്റേതായ അത് എൻ്റേത് മാത്രമാണ്. നീ എന്ത് വേണാലും ചെയ്യടാ എന്ന് പറഞ്ഞവൻ അടിക്കാൻ ഒരുങ്ങിയപ്പോൾ ആദിഷ് അത് ബ്ലോക്ക് ചെയ്ത് വന്ന അടി അതേപോലെ തന്നെ തിരിച്ചു കൊടുത്തു. ഇത് നിനക്കുള്ള ലാസ്റ്റ് വാണിംഗ് ആണ്. ഇനി കൂടുതൽ അടിമേടിച്ച് കൂട്ടുന്നതിന് മുന്നേ ഡെമറ്റ് വേഗം നെസറിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി. എന്നാ നോക്കി നോക്കുക, നടക്കങ്ങോട്ട്. നടക്കാൻ. ഏതായാലും നല്ല സംസ്കാരം തന്നെ. ദേ മകളുടെ കല്യാണം കഴിഞ്ഞ് അതേസമയം അവളുടെ എക്സ് ഫിയാൻസെ വന്ന് അലമ്പുണ്ടാക്കുന്നു. കഷ്ടം തന്നെ എന്ന് പറഞ്ഞ് മുസയാനം പോയ പുറകെ നിർമ്മിൻ. ഈ തള്ളനെ മിക്കവാറും ഞാൻ തട്ടും. ഇതേസമയം അകത്ത് മർജാൻ ഓടിക്കയറി റൂമിന്റെ വാതിലടച്ചു. ഇത് കണ്ട് അസ്ലി പോകാൻ തുടങ്ങിയെങ്കിലും ജമാൽ അവളെ കൈയോടെ പിടിച്ചോണ്ട് പോയി. വാതിൽ തുറക്കാതായപ്പോൾ സഖിയിട്ട് ആദേശ് വാതിൽ പൊളിച്ചകത്ത് കയറി. ഇനി നിന്നെ അവന്റെ പരിസരത്ത് പോലും കണ്ടേക്കരുത്. വഴിയിലെങ്ങാനും വെച്ച് കണ്ടാൽ വേറെ വഴിക്ക് പൊക്കോണം നീ. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ മറിച്ചാൻ പോകാൻ തുടങ്ങിയപ്പോൾ അവൻ അവളെ തടഞ്ഞു. നീ ഇപ്പം എന്റെയാണ്. ഐ മീൻ യു ആർ മൈ വൈഫ്. വെറും 187 ദിവസത്തേക്ക് മാത്രം. ചുമ്മാ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത് നീ. ഗെറ്റ് ഔട്ട്. എനിക്ക് നിന്റെ കൂടെ ഈ മുറിയിൽ കഴിയാൻ പറ്റില്ല. ഇത് കേട്ട് അവൻ അവളുടെ അടുത്തേക്ക് കൂടുതൽ ചേർന്ന് നിന്നു. ഇങ്ങനെ കാണിച്ചാൽ ഞാൻ പേടിക്കുമെന്നാണ് നിന്റെ വിചാരം? നീ പേടിച്ചല്ലോ. അതെനിക്ക് നിന്റെ കണ്ണി കാണാം. അത് പേടിയല്ല, വെറുപ്പാണ്. സഹി കേട്ടവൾ അവസാന ശ്രമം എന്നോണം ആ ഗണ്ണെടുത്ത് ചൂണ്ടി. ഇനി നീ എൻ്റെ അടുത്ത് വന്നാ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ആദ്യമായിട്ട് ഗണ്ണ് പിടിക്കുന്നതുകൊണ്ട് കുട്ടിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നു. അവൾ ഗണ്ണ് പിടിച്ചിരിക്കുന്ന പുതിയ സ്റ്റൈല് കണ്ട് ആദിഷിന് ഡൗട്ട് തോന്നി, ഇവൾ തന്നെയാണോ ഒന്ന് ഷൂട്ട് ചെയ്തതെന്ന്. പുറത്ത് ഇതേ സമയം അസ്ലി തന്റെ വയലൻസ് മോഡിൽ തന്നെയാണ്. നീ എന്തിനാ എന്നെ തടഞ്ഞത്? അവരിപ്പോൾ റൂമിൽ ഒറ്റയ്ക്കാണ്. അതിനെ എത്രമാത്രം വിഷമിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാവോ? നീ ഒന്ന് പതുക്കെ പറ, എല്ലാവരും കേൾക്കും. കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ. എൻ്റെ ഈ അവസ്ഥ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാകും അത്, മറ്റാരെക്കാളും. ഞാനിവിടെ നീറിപ്പോകുകയാണ് ജമാൽ. എനിക്ക് ശ്വസിക്കാൻ കൂടി കഴിയുന്നില്ല. അവളുടെ കരച്ചിൽ കണ്ട് അവളെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്ന് പോലും അറിയാതെ ജമാൽ നിന്നു. മാറി നിന്നു എൻ്റെ അടുത്ത് നിന്ന്. അടുത്ത് വന്ന് ഉറപ്പായിട്ട് ഞാൻ ഷൂട്ട് ചെയ്യും. ഇത് കേട്ട് മർജാന ഞെട്ടിച്ചുകൊണ്ട് അവൻ ആ തോക്കും കൂടെ അവളെയും കൂടെ അവൻ്റെ അടുത്തേക്ക് വലിച്ചു. ഇങ്ങനെയാണ് നീ എന്നെ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്? ഇത് പൊട്ടണമെങ്കിൽ ആദ്യം ട്രിഗർ ഞെക്കണം. ഹേ, ആ ഇനി വെച്ച വേടി. നീ എന്ത് പോയി കാണിക്കുന്നേ? ചത്തു പോടാ നീ. പറ്റുന്ന പണിക്ക് പോയാൽ പോരെ എന്ന് പറഞ്ഞ് അപമാനിച്ച് അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് നീങ്ങി. ഞാൻ നിന്റെ ദൈവത്ത് തൊടുന്നുള്ള ഐഡിയ നിനക്ക് എവിടുന്ന് കിട്ടി? ഏതായാലും അക്കാര്യത്തിൽ നിന്നെ ഡിസപ്പോയിന്റ് ചെയ്തതിൽ സോറി. പക്ഷെ ഒരു ദിവസം നീ എന്തായാലും മനസ്സാലെ എൻ്റെ അടുത്ത് വരും. അതുവരെ ഞാൻ നിന്നെ തൊടില്ല. നീ എന്തിനെ പറ്റി പറയുന്നത്? നീ ആ പറഞ്ഞ ദിവസം ഒരിക്കലും വരില്ല. നമ്മൾ ശരിക്കുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലും അല്ല. നമുക്ക് കാണാം. ഈ കല്യാണം കഴിഞ്ഞതോടെ എല്ലാവരും എന്തോ പോയ എണ്ണാനെ പോലെ അതിലെ നടക്കുകയാണ്. മേടിച്ചു കൂട്ടി അടിക്കും മരുന്ന് വെക്കുന്ന നെസറും വെച്ച് കൊടുക്കുന്ന ഡെമറ്റും. മുറിയിലുള്ള ആദേശം മർജാനും ഉറങ്ങി കാണുമോ എന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്ന അസ്ലി. 24 വാച്ച് കിട്ടിയിരുന്നെങ്കിൽ ഈ രാത്രി ഒന്ന് 2x സ്പീഡിൽ ഇടായിരുന്നു എന്നാലോചിച്ചിരിക്കുന്ന ആദേശ്. ഗണ്ണ് കൊണ്ടുള്ള ഷോ എന്താണേലും പൊളിഞ്ഞു. ഇനി എങ്ങാനും ആ കണാപ്പൻ അടുത്ത് വന്നാൽ തൊട്ടിപ്പുറത്ത് കത്തി നിൽക്കുന്ന ലാമ്പെടുത്ത് തലക്കടിക്കാൻ റെഡിയായി ഉറങ്ങിയ പോലെ കിടക്കുന്ന മർജാൻ.
ആഹാ, എന്ത് നല്ല ഫസ്റ്റ് നൈറ്റ്. വെളിയിലിരുന്ന് മടുത്തപ്പോൾ നേരെ ജമാൽ സ്റ്റഡി റൂമിലേക്ക് ചെന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആദീശൻ തള്ളി തുറന്ന് കയറി വന്നു. നീ എന്താ ഇവിടെ? നീ എന്തോ പറയണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇന്ന് രാവിലെ നസീർ ഹൈദറിനെ ഒരു വീഡിയോ കാണിച്ചു. അത് കണ്ടപാടെ ഹൈദർ മുറാത്തിനെ എടുത്തിട്ട് തല്ലി എന്നാണ് അവന്മാർ പറഞ്ഞത്. ഓഹോ, അപ്പം അത് വെച്ചാണ് നസീർ കളിക്കുന്നത്. അതിനു മുന്നേ വേറൊരു കാര്യമുണ്ട്. ആ ഷൂട്ട് ചെയ്ത സംഭവത്തെപ്പറ്റി അതിലെ ഫിംഗർ പ്രിൻറ്റ്സ് ഒന്നും കൂടെ ചെക്ക് ചെയ്യണം, അർജൻറ്റാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ, എന്തോ ഒരു കുഴപ്പമുണ്ട്. എനിക്ക് തോന്നുന്നില്ല അവളാണ് എന്നെ ഷൂട്ട് ചെയ്തതെന്ന്. പിറ്റേ ദിവസം രാവിലെ അല്ല ഉച്ചയായിട്ട് എഴുന്നേക്കാതെ കിടക്കുന്ന മർജാനെ നോക്കിയിരിക്കുകയാണ് ആദേശ്. സാധാരണ പോലെ അവൾ ഉണർന്നപ്പോൾ അവൻ നോട്ടമൊന്നും മാറ്റാൻ നിൽക്കുന്നില്ല. അവിടെ നിന്ന് എഴുന്നേറ്റ് ഫ്രഷ് ആവാൻ വേണ്ടി വാഷ്റൂമിലേക്ക് നടന്ന ആദേശിനെ തള്ളി മാറ്റി മർജാൻ ആദ്യം വാഷ്റൂമിൽ കയറി. ഇത് കണ്ട ആദേശ് ദേഷ്യം കടിച്ചു പിടിച്ച് വെളിയിൽ തന്നെ നിന്നു. അടുത്ത സീനിൽ ഉറഞ്ഞു തുള്ളി നിൽക്കുന്ന നസീറിന്റെ അടുത്തേക്ക് ചെന്ന് കയറിക്കൊടുക്കുന്ന മുറാത്തിനെ കാണിക്കുന്നു. നീ എന്നെ ചതിച്ചല്ലടാ, ഒന്ന് പോടാപ്പാ. ഞാൻ എൻ്റെ പാർട്ട് നന്നായി ചെയ്തു. ആ മർജാനെല്ലാം കൊളവാക്കിയത്. നീ നിന്റെ പാർട്ട് നോക്കിയെന്നോ? എന്നിട്ടാണ് അവൻ അവിടെ കല്യാണം കഴിച്ചത്. എല്ലാം കഴിഞ്ഞു. നിന്നോട് ഹെൽപ്പ് ചെയ്യിച്ച എന്നെ പറഞ്ഞാൽ മതി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ എനിക്ക് ഒരു ചാൻസ് കൂടി തരണം. ഞാനെല്ലാം ശരിയാക്കാം. നിന്നെ കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. നീ എന്നെ ഒന്ന് വിശ്വസിക്കുക. അവൾ ഉറപ്പായിട്ടും സ്വമനസ്സല്ല നിന്റെ അടുത്തേക്ക് തന്നെ വരും. ശരി, പക്ഷെ ഓർത്തോ, ഇത് നിന്റെ ലാസ്റ്റ് ചാൻസാണ്. അസ്ലി ഇപ്പോഴും കിളി പോയി നിൽക്കുകയാണ്. ഗുഡ് മോർണിംഗ് പറഞ്ഞ് ജമാൽ അവളുടെ അടുത്തേക്ക് വരുമ്പോൾ തലേ ദിവസത്തെ കാര്യം ഓർത്ത് അവൾക്ക് അവനെ ഫേസ് ചെയ്യാൻ കുറച്ച് മടി തോന്നുന്നു. പിന്നെ പണ്ടേ കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിയായതുകൊണ്ട് അത് ഒത്തിരി നേരത്തേക്കൊന്നും നിന്നില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി അടുത്തതായി എന്ത് പണി മർജാൻ്റെ കൊടുക്കാം എന്ന് അടുത്ത പ്ലാൻ ആലോചിച്ചുകൊണ്ടിരുന്നു. മര്യാദയ്ക്ക് രാവിലെ കണ്ണാടിക്ക് മുന്നേ ഒരുങ്ങിക്കൊണ്ട് നിന്നപ്പോൾ ദയാദിഷ് ഷർട്ടില്ലാതെ ഇറങ്ങി വരുന്നു. ഇത് കണ്ട് ഞെട്ടി മർജാൻ നേരെ തിരിഞ്ഞു നിന്നു. സാറൊന്ന് സമ്മതിക്കുകയായിരുന്നെങ്കിൽ എനിക്കൊന്ന് റെഡി ആവായിരുന്നു. ഇവനെ കേട്ട ഭാവമില്ല. അതെ, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. നമുക്ക് 2 മുറിയിലേക്ക് മാറാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഇങ്ങനെ ശ്വാസം മുട്ടി ഇനിയുള്ള 187 ദിവസം കഴിയേണ്ട കാര്യമില്ല. നിനക്ക് ഈ പറഞ്ഞ കാര്യം തന്നെ തന്നെ പിന്നെ പറഞ്ഞ് മടുത്തില്ലേ? ഈ ഒരു ചെറിയ കാര്യമെങ്കിലും കേക്ക്. നടക്കില്ല. ഈ കാലമാണ് എന്നെ കൊണ്ടേ പോകൂ. ആഹാ, എങ്ങോട്ടാ രാവിലെ? രാവിലെ തന്നെ മുസയാനം ചൊറിച്ചിലായിട്ട് വന്നു. വന്നതിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഭാര്യയുടെ ഡ്യൂട്ടി ചെയ്തു എന്നറിയാൻ വേണ്ടി വന്നതാണ് പോലും. ഇത് കേട്ട് രാവിലെ തന്നെ മൂഡ് പോയി മർജാൻ അവിടെ നിന്ന് ഇറങ്ങി. മർജാൻ ഇപ്പോൾ എങ്ങനെയെങ്കിലും ഈ കല്യാണത്തിൽ നിന്നൊന്ന് ഒഴിയണം. അതിനവൾ നേരെ ചെന്ന് ഹെൽപ്പ് ചോദിക്കുന്നത് ഹൈദറിനോടാണ്. ഹൈദർ കേൾക്കേണ്ട താമസം ഡബിൾ ഓക്കെ പറഞ്ഞു. അടുത്ത സീനിൽ ചീച്ച കാര്യമായ പണിയിലാണ്. നീ ഇത്ര ഒരുങ്ങി എവിടെ പോവാ? നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരെ? ചുമ്മാ വാചകം അടിച്ചെനിക്കത് പണിയെടുക്കാൻ നോക്ക് പിള്ളേരെ. ഇവിടെ എന്താ നടക്കുന്നതെന്നൊരു ഡൗട്ടുണ്ടല്ലേ? അതായത് ചീച്ചക്ക് 2 ദിവസമായി മെസ്സേജ് അയക്കുന്ന ആള് കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടെ ലാൻഡാവും. ആ, ദേ എത്തിയല്ലോ. ഇവനാണ് മാലിക്. മാലിക്കിനെ കണ്ട് സെഹ്റയും കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നു. അടുത്ത സീനിൽ ആദേശം ജമാലും എന്തോ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഫിംഗർ പ്രിന്റിന്റെ റിപ്പോർട്ട് വന്നത്. നിന്റെ ഡൗട്ട് ശരിയായിരുന്നു. ഇതിൽ മർജാന്റെ ഫിംഗർ പ്രിന്റ് ഇല്ല. അപ്പോൾ അവൻ തന്നെ, ആ മുറാത്ത്. കറക്റ്റ് സമയത്ത് മർജാൻ അങ്ങോട്ട് വരുന്നത് കണ്ടവൻ അവളെ പിടിച്ചു വലിച്ച് മുറിയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവളെ പാടെ ഞെട്ടിച്ചുകൊണ്ട് അവൻ ഷർട്ട് വയ്ക്കാൻ തുടങ്ങി. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് RJ അന്നക്കുട്ടി.